പാലാ മേരി ഇമാക്കുലേറ്റ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്യാസി സമൂഹത്തിലെ വയനാട് സ്വദേശികളായ ഡയറക്ടർ ജനറൽ സിസ്റ്റർ ഗ്രേസിക്കുട്ടി ജോസഫ് തുമ്മിപറമ്പിൽ, വയനാട് മരക്കടവ് ഇടവക; സിസ്റ്റർ ഗ്രേസി ജോസഫ് പുളിമൂട്ടിൽ, വയനാട് മരക്കടവ് ഇടവക; സിസ്റ്റർ അന്നക്കുട്ടി ജോസഫ് തടത്തിൽ, വയനാട് വിളമ്പുകണ്ടം ഇടവക. മൂവരും മാനന്തവാടി രൂപതയിൽ നിന്നുമാണ് 1976 പാലയിൽ വെച്ച് സന്യാസ ജീവിതം ആരംഭിച്ചത്. മേരി ഇമാക്കുലേറ്റ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലായിലെ ഹെഡ് ഓഫീസിൽ വെച്ച് ഡയറക്ടർ ഫാദർ ജോസഫ് പുളിഞ്ഞാലിൻ്റെ പ്രഥമ കാർമ്മികത്വത്തിൽ ഫാദർ ജോസഫ് തടത്തിൽ, ഫാദർ ബിനീഷ് തടത്തിൽ എന്നീ വൈദികരും ചേർന്ന് നടത്തിയ വിശുദ്ധ കുർബാനയിൽ 50 വർഷം പിന്നിട്ട് വ്രതസമർപ്പണത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആദരിക്കുന്ന മൂവരെയും മുടിയും തിരിയും നൽകി ആദരിച്ചു. പാലാ രൂപതയുടെ കീഴിലുള്ള ഹെഡ് ഓഫീസ് പാലാ, രാമപുരം, തോട്ടനാൽ, നെല്ലിയാനി, ആയാങ്കുടി, മല്ലികശ്ശേരിയും, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള എലിക്കുളം എന്നീ 7 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലാണ് ഈ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രത്യേകത ഇവർക്ക് മറ്റ് സന്യാസിനി സമൂഹത്തെ പോലെ യൂണിഫോം ഇല്ല എന്നുള്ളതാണ്. സാധാരണ സാരി മാത്രം ധരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഡാമിൻ ജോസഫ് തൊമ്മിപറമ്പിൽ, തങ്കച്ചൻ വട്ടക്കാട്ട്, ബെന്നി പുളിമൂട്ടിൽ എന്നിവർ ആശംസകൾ നേർന്നു. സന്തോഷം വിശുദ്ധ ജീവിച്ച ഗ്രേസിക്കുട്ടി അനുഗ്രഹിക്കണമേ. കാര്യത്തിന് അനുസരണം എന്നീ വൃതങ്ങളുണ്ടാവും. ചെറുതോടെ വളരട്ടെ. സഭയ്ക്കും സമൂഹത്തിനും സ്നേഹസാഹിത്യ വളരാൻ പ്രവ നൽകണമേ. ആമീൻ. കർത്താവേ, നിന്നോടുള്ള സമർപ്പണത്തിന് അടയാളമായി വിടുതലിക്കേണ്ട 50 വർഷം വിശുദ്ധ ജീവിച്ച സിസ്റ്റർ ഗ്രേസി അനുഗ്രഹിക്കണമേ. കാര്യത്തിന് വിശുദ്ധാനുസരണം എന്നീ വൃതങ്ങൾ അവിടെ ചെറുതോടെ വളരട്ടെ. സഭയ്ക്കും സമൂഹത്തിനും സ്നേഹസാഹിത്യം തുടരുവാൻ പ്രവ നൽകണമേ. ആമീൻ. കർത്താവേ, നിന്നോടുള്ള ആത്മസാമർത്ഥ്യത്തിന് അടയാളമായി വിടുതലിക്കേണ്ട 50 വർഷം വിശുദ്ധ ജീവിച്ച സിസ്റ്റർ അനുകുട്ടി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന സകലത്തിന് ശുശ്രൂഷയെല്ലാം ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. വൈഷ്ണവന്റെ ആശയ ശുശ്രൂഷ ജീവിതത്തിൽ നന്ദി പറയുന്നു. പ്രാർത്ഥന സ്നേഹത്തിൽ ശുശ്രൂഷകൾ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഇന്ന് സമർപ്പണ ജീവിതത്തിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടേഴ്സ് സിസ്റ്റർ ഗ്രേസിക്കുട്ടി തുമ്മിപ്പറമ്പിൽ, സിസ്റ്റർ ഗ്രേസി പുളിമൂട്ടിൽ, സിസ്റ്റർ അന്നക്കുട്ടി തടത്തിൽ എന്നീ 3 പേർക്കും എല്ലാവിധ ജൂബിലി മംഗളങ്ങളും പ്രാർത്ഥന ആശംസകളും ഞാൻ നേരുന്നു. 50 വർഷത്തെ സമർപ്പണ ജീവിതത്തിലൂടെ കർത്താവിശിഹായിക്കും അവിടുത്തെ മൗതി ശരീരമായി തിരുസഭയ്ക്കും നൽകിയ മഹത്തരമായ ശുശ്രൂഷയ്ക്ക് ദൈവം അവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മേരി ഇമാക്കുലേറ്റ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അംഗങ്ങളാണ് ഇവർ 3 പേരും. സമർപ്പണ ജീവിതത്തിലെ ഒരു വലിയ ശുശ്രൂഷാവേദിയാണ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ജനങ്ങളുടെ ഇടയിൽ അവരോടൊപ്പം അവരെ പോലെ ചേർന്ന് നിന്ന് സുവിശേഷ പ്രഭാഷണം നടത്തുന്നതിന് മഹത്തരമായ വ്യവസ്ഥാപിത ജീവിത അന്തസ്സാണ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സെക്കുലർ സമൂഹമായും ഒറ്റയ്ക്കും എന്നാൽ സമൂഹത്തിൽ എപ്പോഴും ബന്ധപ്പെട്ടും സുവിശേഷ പ്രഭാഷണം നടത്തുന്നതിന് പ്രത്യേക വേഷവിധാനമില്ലാത്ത ഈ സമർപ്പിതർക്ക് എല്ലാ ജനവിഭാഗങ്ങളുടെ ഇടയിലും കടന്നു ചെന്നും കർത്താവിശ്വമിശിഹായുടെ സുവിശേഷം വിവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും ജീവിത മാതൃകകളിലൂടെയും വിശിഷ്യ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ലാളിത്യത്തിൻ്റെയും ജീവിത മാതൃകയുടെയും എല്ലാ വഴിയിലൂടെയും അതിനെല്ലാം ഉപരിയായി എളിയ ശുശ്രൂഷകളുടെയും സുവിശേഷം പ്രശോഭിക്കുന്നതിന് കാലത്തിനെടുത്ത ഒരു സമർപ്പിത ജീവിത ശൈലിയാണ് സഭയിലെ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. ദൈവമാതൃഭക്തനായ വിദ്യാന്തനായ ബഹുമാനയുടെ ചെലപ്പുകൊണ്ട് അഗസ്റ്റിനച്ഛൻ ആരംഭിച്ച ഈ സമൂഹത്തിന് രൂപതാ നിലവാരത്തിലുള്ള ഒരു സമർപ്പിത സമൂഹമായി സഭ അധികാരികളുടെ അംഗീകാരവും ഈ സമർപ്പിത സമൂഹത്തെ സഭയുടെ ഔദ്യോഗിക സമർപ്പിത സമൂഹമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സമൂഹം ഇടവകളിലെ ഭവന സന്ദർശനം, കുടുംബ കൂട്ടായ്മയ്ക്കുള്ള നേതൃത്വം വഹിക്കുക,
വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകരായിട്ട് ശുശ്രൂഷ ചെയ്യുക, പെൺകുട്ടികളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ ശുശ്രൂഷാ വേദികളിലൂടെ മഹത്തരമായിട്ടുള്ള സേവനമാണ് തങ്ങളുടെ പരിമിതികൾക്കെല്ലാം അപ്പുറം ഈ സഹോദരന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കഴിവിനേക്കാൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സമൂഹം അധ്വാനത്തിൻ്റെയും ത്യാഗോന്നത ജീവിതത്തിൻ്റെയും ഈശോമിശിഹായുടെ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദ്രവ്യമായി സ്വയം വ്യയം ചെയ്യാനും വന്ന ഈശോമിശിഹായുടെ വലിയ ശുശ്രൂഷകരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സമൂഹത്തിൻ്റെ മുഖമുദ്ര. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.